ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ ആൻഡ് ഗ്രോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 7ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റ് ആയിട്ട് വരുന്ന എംബ്രേസിങ് എമ്പതി. ആ ഒരു യൂണിറ്റിൽ വരുന്ന ഫസ്റ്റത്തെ ലെസൺ ആണ് ദ യെല്ലോ അംബർല. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ 5ാമത്തെ യൂണിറ്റ് വരുന്നത് എംബ്രേസിങ് എമ്പതി എന്നാണ്. എംബ്രേസിങ് എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്യുക എന്നാണ്. എമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി, അതായത് നമ്മൾ മറ്റൊരാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാനുള്ള നമ്മുടെ ആ ഒരു മനോഭാവം, അതിനെയാണ് നമ്മൾ ഈ എമ്പതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു റണ്ണിങ് റേസിൽ ഓട്ടത്തിനിടെ വീണ് പോയ ഒരു മത്സരാർത്ഥിയെ മറ്റു കുട്ടികളെല്ലാവരും കൂടെ സഹായിക്കുന്നതാണ് ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇനി അതിൻ്റെ താഴെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഐ ഡു നോട്ട് ആസ്ക് ദ വൂണ്ടഡ് പേഴ്സൺ ഹൗ ഹി ഫീൽസ്, ഐ മൈസെൽഫ് ബിക്കം ദി വൂണ്ടഡ് പേഴ്സൺ. വാൾട്ട് വിറ്റ്മാൻ. അപ്പോൾ ഈ വാൾട്ട് വിറ്റ്മാൻ്റെ ഒരു കോട്ടാണിത്. അതായത് ഈ ഒരു കോട്ടിൽ പറയുന്നത്, ഇത് മുറിവേറ്റ ഒരാളോട് അയാൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യണതെന്ന് ഞാൻ ചോദിക്കാറില്ല. പകരം ഞാൻ ആ മുറിവേറ്റ ആളായി മാറാറാണ് പതിവ്. അപ്പോൾ ആ ഒരു മുറിവേറ്റ ആളുടെ ഫീലിങ്സും നമുക്ക് കറക്റ്റ് മനസ്സിലാവാൻ കഴിയുന്നതാണ് ആ ഒരു വരികളിലൂടെ ഉദ്ദേശിക്കുന്നത്. ദ ഡോർവേ, ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം ശ്രദ്ധിക്കാനാണ് പറയുന്നത്. അവിടെ എന്താണ് ചിത്രത്തിൽ ഒരുപാട് കുട്ടികളും കൂടെ ഒരു സ്ത്രീയും ഉണ്ട് അല്ലേ. അപ്പോൾ അവർ കുട്ടികൾക്ക് എന്താണ് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നൊരു ചിത്രമാണ് ഇവിടെ ഫസ്റ്റ് ഇതിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ചിത്രത്തിൻ്റെ താഴെ 2 ചോദ്യം കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡു യു സീ ഇൻ ദിസ് പിക്ചർ. അതായത് ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്. അതുപോലെ ആ ഒരു സ്ത്രീ വുമണെ എന്താണ് ചെയ്യണത്. അവർ കുട്ടികൾക്ക് ഗിഫ്റ്റൊക്കെ ഷെയർ ചെയ്യുകയാണല്ലേ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ഹാവ് യു എവർ റിസീവ്ഡ് എ ഗിഫ്റ്റ്. അതായത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഗിഫ്റ്റ് ലഭിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡിഡ് ഇറ്റ് റിമൈൻഡ് യു ഓഫ് എ സ്പെഷ്യൽ ഈവൻറ്റ് ഇൻ യുവർ ലൈഫ് ഓർ ഓഫ് സം വൺ യു ലവ്. അതായത് ആ ഒരു ഗിഫ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഈവൻറ്റിനെയോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ നിങ്ങൾ ആ ഒരു ഗിഫ്റ്റ് കൊണ്ട് ഓർമ്മിക്കാറുണ്ടോ എന്നാണ് ആ ഒരു ചോദ്യത്തിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ലെറ്റ് us read The Yellow Umbrella. We all have memories. Some of them are pleasant, some of them are painful. അതായത് നമുക്ക് എല്ലാവർക്കും പലതരം ഓർമ്മകളുണ്ട്. അതിൽ ചില മെമ്മറീസ് വളരെ ഹാപ്പിനെസ് നിറഞ്ഞതാണ്, ചിലത് സങ്കടം നിറഞ്ഞ ഓർമ്മകളും ആവാം. വി സംടൈംസ് കെയിം അപ്പോൺ ബാഡ് ടൈംസ്. ചില സമയത്ത് നമുക്ക് ബാഡായിട്ടുള്ള ടൈമുകൾ ഉണ്ടാവാം. മെമ്മറീസ് ഓഫ്റ്റൻ മേക്ക് ദം മോർ പെയിൻഫുൾ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബാഡ് ടൈംസിലെ മെമ്മറീസ് നമ്മളെ കൂടുതൽ പെയിൻഫുൾ ആക്കാണ് ചെയ്യാറ്. ഒക്കേഷണലി എ മെമ്മറി അവേക്കൺസ് ഇൻ അസ് ദ ഡിസയർ ടു പ്രോസസ് സംതിങ്. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മുടെ ഉള്ളിലുള്ള ചില മെമ്മറീസ് ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയും അതുപോലെ തന്നെ ചില ആഗ്രഹങ്ങളൊക്കെ നേടാനും നമ്മളെ പ്രേരിപ്പിക്കാറുണ്ട്. ദ ഡിസയർ ഓഫ്റ്റൻ ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഇൻട്രിൻസിക് വാല്യൂ ഓർ പ്രൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. അതായത് നമ്മളെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ആ വസ്തുവിൻ്റെ വാല്യൂ അല്ലെങ്കിൽ വിലയോ ഒന്നും അപ്പോൾ നമ്മൾ നോക്കാറില്ല. ഇറ്റ് ബിക്കംസ് വാല്യബിൾ ടു അസ് ത്രൂ ഇറ്റ്സ് അസോസിയേഷൻ വിത്ത് അവർ മെമ്മറി. അതായത് മറ്റു ഓർമ്മകളുമായിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കാര്യം വിലപ്പെട്ടതായിട്ട് തോന്നുക. അപ്പോൾ അതിൻ്റെ പ്രൈസോ അതല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസോ ഒന്നും നമ്മൾ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നോക്കാറില്ല. എ യെല്ലോ അംബർല മേ ലുക്ക് എ വെരി ട്രൈവൽ ഒബ്ജക്റ്റ് ടു യു. ഒരു മഞ്ഞക്കൂട എന്നത് വളരെ ഒരു നിസ്സാരമായ വസ്തുവായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നാം. ഇറ്റ് ഈസ് നോട്ട് എനിത്തിങ് ദാറ്റ് യു ബാഡ്ലി വിഷ് ടു ഓൺ. അതുപോലെ തന്നെ നമുക്കത്ര വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല ഒരു കുട എന്നത്. ദാറ്റ് ഈസ് ബിക്കോസ്, അതിന് കാരണം എന്താണ്, ഇറ്റ് ഹാസ് നോ പെർട്ടിക്കുലർ അട്രാക്ഷൻ ടു യു. ഒരു കുട പ്രത്യേകിച്ച് നമുക്ക് അട്രാക്ഷൻ ഒന്നും നൽകുന്നില്ല. അതുപോലെ തന്നെ ഒരു കുട നേടണം എന്നുള്ള പ്രത്യേകിച്ച് ഒരു ആഗ്രഹമൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമുക്കത് വലിയൊരു കാര്യമായി തോന്നാത്തത്. യുവർ പാരൻസ് ഹാവ് ബോട്ട് യു സെവറൽ അംബ്രല്ലാസ് സിൻസ് യുവർ ഫസ്റ്റ് ഇയർ അറ്റ് സ്കൂൾ. സം ഓഫ് ദം ആർ ക്വൈറ്റ് കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ്. അതായത് നമ്മുടെ സ്കൂളിലൊക്കെ പോകുന്ന ആ ഒരു ഏജിൽ നമ്മളെ പാരൻസ് നമുക്ക് പലതരത്തിലുള്ള കുടകൾ വാങ്ങി തന്നിട്ടുണ്ടാവാം. ചിലത് കളർഫുൾ ആവാം, മോർ അട്രാക്റ്റീവ് ആവാം, നല്ല ഭംഗിയുള്ള കുടകൾ നമുക്ക് നമ്മുടെ പാരൻസ് വാങ്ങിച്ച് തന്നിട്ടുണ്ടാവാം. ദർ ഹാസ് ബീൻ നത്തിങ് സ്പെഷ്യൽ അബൌട്ട് എ യെല്ലോ അംബ്രല്ല ഇൻ യുവർ ലൈഫ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മഞ്ഞക്കുട എന്ന് പറയുന്നത് അത്ര സ്പെഷ്യാലിറ്റി ഒന്നും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല. ബട്ട് ഫോർ ജോസഫ്, എ യങ് ബോയ് ഫ്രം പാൽമസ് ഇൻ ബ്രസീൽ, എ യെല്ലോ അംബ്രല്ല വാസ് സംതിങ് സ്പെഷ്യൽ. പക്ഷേ ജോസഫ് എന്ന് പറയുന്ന ഒരു ചെറിയ ആൺകുട്ടി, ബ്രസീലിലെ പാൽമാസിലുള്ള അവന് യെല്ലോ അംബ്രല്ല എന്ന് പറഞ്ഞാൽ എന്തോ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു കാര്യമാണ്. വി ലേൺ അബൌട്ട് ജോസഫ് ഫ്രം 2 ബ്രസീലിയൻ ഫിലിം മേക്കേഴ്സ്, ഹെലേന ഹിലാരിയോ ആൻഡ് മറിയോ പെസ്. അതായത് ഈ ജോസഫിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിഞ്ഞത് 2 ബ്രസീലിയൻ ഫിലിം മേക്കേഴ്സിൽ നിന്നാണ്. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ഹിലാരിയോ ഗെറ്റിംഗ് എ ഫോൺ കോൾ ഫ്രം ഹർ സിസ്റ്റർ.
അതായത് ഈ ഒരു കഥ തുടങ്ങുന്നത്, അതായത് ഹിലാരിയക്ക് തൻ്റെ സിസ്റ്ററിൽ നിന്നും ഒരു ഫോൺ കോൾ വന്നിട്ടാണ് ഈ ഒരു സ്റ്റോറിയുടെ ബിഗിനിങ്. ഹർ സിസ്റ്റർ ഹാഡ് ബീൻ ഓൺ എ വിസിറ്റ് ടു ദി ഓർഫനേജ് ഇൻ പാൽമസ് വിത്ത് ക്രിസ്മസ് ഗിഫ്റ്റ് ഫോർ ദി ചിൽഡ്രൻ. അപ്പോൾ ഈ ഒരു സിസ്റ്റർ എവിടെയായിരുന്നു? പാൽമാസിലുള്ള ഒരു ഓർഫനേജിൽ, അവിടെയുള്ള കുട്ടികൾക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോയതാണ് ആ സിസ്റ്റർ. ദ ചിൽഡ്രൻ അറ്റ് ദി ഓർഫനേജ് were delighted at seeing the toys they were given. അപ്പോൾ ഈ ഒരു ഓർഫനേജിലെ കുട്ടികൾക്ക് ഈ ഒരു സിസ്റ്റർ കൊണ്ടുകൊടുത്ത ഗിഫ്റ്റും ടോയ്സൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായി. ബട്ട് ഷീ നോട്ടീസഡ് എ ബോയ് വിത്ത് എ മോൺഫുൾ ഫേസ് ഹു ഷോവഡ് നോ ഇൻട്രസ്റ്റ് ഇൻ ദി ടോയ്സ്. ആ സമയത്ത് അവർ കാണാണ് ഒരു ആൺകുട്ടി, അവന് ഈ കളിപ്പാട്ടങ്ങളിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാതെ ആകെ കൂടെ മോൺഫുള്ളായി, അതായത് ശോകമായിട്ട് വളരെ ദുഃഖിതനായിട്ട് ഇരിക്കുന്നത് കണ്ട്. ഷീ വെൻ്റ് അപ്പ് ടു ഹിം ആൻഡ് ആസ്ക്ഡ് വാട്ട് ഹി വുഡ് ലൈക്ക് ടു ഹാവ് എസ് എ ഗിഫ്റ്റ്. അതായത് അവരെന്ത് ചെയ്ത് അവൻ്റെ അടുത്തേക്ക് പോയി, എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നിനക്ക് ഗിഫ്റ്റായിട്ട്, അതായത് സമ്മാനമായിട്ട് എന്ത് കിട്ടണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എ യെല്ലോ അംബർല ഈ സെഡ്. അപ്പോൾ അവൻ എന്താ പറഞ്ഞ്? എ യെല്ലോ അംബർല, എനിക്കൊരു യെല്ലോ അംബർലയാണ് വേണ്ടതെന്ന്. ഹിസ് ഫേസ് സ്റ്റിൽ ഡൗൺ കാസ്റ്റ്. ഡൗൺ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖിതനായിട്ട്. അവൻ്റെ ഫേസ് ഇപ്പോഴും എങ്ങനെയാണ്? ഭയങ്കര സാഡായിട്ട് ദുഃഖിതനായിട്ടുള്ളതാണ്. ഹിലാറിയോസ് സിസ്റ്റർ വാസ് ബസിൽഡ്. അതായത് ഹിലാരിയോയുടെ സിസ്റ്ററിന് ആകെ ബസിൽഡ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയി. ബട്ട് സൂൺ ഷീ ഹാഡ് ദി വോൾ സ്റ്റോറി ഫ്രം ഹിം. പക്ഷേ വൈകാതെ തന്നെ അവൾക്ക് അവനിൽ നിന്ന് അതിൻ്റെ മുഴുവൻ സ്റ്റോറിയും ലഭിക്കുകയും ചെയ്തു. ആ ഒരു യെല്ലോ അംബർലയുടെ ഫുൾ സ്റ്റോറി അവർക്ക് കിട്ടി അവർക്ക്. ഇറ്റ് വാസ് നോട്ട് വെരി ലോങ് എഗോ. അപ്പോൾ അധികം സമയമൊന്നും ആയിട്ടില്ല ആ ഒരു കുട്ടിയുടെ ഓർഫനേജിൽ എത്തിയിട്ട്. ദ ബോയ് വാസ് എമംഗ് എ ഗ്രൂപ്പ് ഓഫ് റെഫ്യൂജസ് ഹു ഹാഡ് അറൈവഡ് ഇൻ ദ കൺട്രി ഇൻ ആൻ ഓപ്പൺ ബോട്ട്. അപ്പോൾ ഇവൻ എങ്ങനെ വന്നതായിരുന്നു? എ ഗ്രൂപ്പ് ഓഫ് റെഫ്യൂജസിൻ്റെ കൂടെ ആ ഒരു കൺട്രിയിലേക്ക് ഒരു ബോട്ടിലാണ് അവൻ വന്നത്. റെഫ്യൂജസ് എന്ന് പറഞ്ഞാൽ അഭയാർത്ഥികൾ. അപ്പോൾ ഈ അഭയാർത്ഥികളുടെ ഒരു ഗ്രൂപ്പിൽ പെട്ടൊരു കുട്ടിയാണിവൻ. ദർ were many like him all over the world, running away for freer from their countries or thrown out as unwanted people. അപ്പോൾ ഇവനെപ്പോലെ ഒരുപാട് കുട്ടികളുണ്ട്, അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഭയം കൊണ്ട് ഓടി പോടുന്നവരോ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ആളുകൾ എന്ന രീതിയിൽ ഒരു നാട്ടിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലും ഇവനെപ്പോലെ ഒരുപാട് കുട്ടികളുണ്ട്. ഇറ്റ് വാസ് എ റെയിനി ഡേ. അത് വളരെയധികം മഴയുള്ളൊരു ദിവസമായിരുന്നു. ഹിസ് ഫാദർ ഓപ്പൺഡ് എ ബിഗ് യെല്ലോ അംബർല ദറ്റ് പ്രൊട്ടക്റ്റഡ് ദം ഫ്രം ദി റെയിൻ ആസ് ദേ വാക്ക്ഡ്. അതായത് അവൻ്റെ ഫാദർ ഒരു ബിഗ് അംബർല ഓപ്പൺ ചെയ്തുകൊണ്ട് ഇവനെ ഈ ഒരു മഴയിൽ നിന്ന് സംരക്ഷിക്കുകയാണ്. ദേ were going to an orphanage. അവർ ഒരു ഓർഫനേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ് ഫാദർ ലെഫ്റ്റ് ഹിം അറ്റ് ദി ഓർഫനേജ്. അതായത് ഈ കുട്ടിയുടെ ഫാദർ എന്താണ്? ഓർഫനേജിൽ കൊണ്ടാക്കുകയാണ്. ഈ ഒരു ഫാദറിൻ്റെ മുമ്പിൽ ഇവനെ നല്ല രീതിയിൽ വളർത്താനുള്ള ആകെ ഒരു വഴി അതായിരുന്നു. That was the only way out for him. He had been out of work for a long time. The only hope of survival for his son was to grow up in the orphanage. അതായത് ഈ കുട്ടിയെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ ഇദ്ദേഹത്തിന് മുമ്പിലുള്ള ഒരേ ഒരു വഴി എന്നത് ഇവനെ ഓർഫനേജിന് ആക്കുക എന്നുള്ളതായിരുന്നു. The boy watched as his father walked away, raindrops bouncing off the yellow umbrella. ആ ഒരു ഓർഫനേജിൽ കുട്ടിയെ ആക്കിയിട്ട് ഫാദർ എന്താണ് തിരിച്ച് നടന്നു പോകുന്നതൊക്കെ ഈ ഒരു ബോയ് എന്താണ് നോക്കി നിൽക്കുകയാണ്. ആ ഒരു യെല്ലോ അംബർലയിൽ നിന്നും വന്ന് വീഴുന്ന ആ ഒരു മഴത്തുള്ളി ഇങ്ങനെ തെറിച്ച് പോകുന്നത് അവനിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ദാറ്റ് വാസ് ദി ലാസ്റ്റ് ടൈം ഹി സോ ഹിസ് ഫാദർ. അതായിരുന്നു അവൻ്റെ അച്ഛനെ അവസാനമായിട്ട് കണ്ട ആ ഒരു നിമിഷം എന്ന് പറയുന്നത്. ദ യെല്ലോ അംബർല ഹാഡ് ബിക്കം അറ്റാച്ച്ഡ് ഇൻ ഹിസ് മെമ്മറി. അപ്പോൾ ഈ ഒരു യെല്ലോ അംബർല അവൻ്റെ ഓർമ്മയിൽ അത്രയും ശക്തമായിട്ട് പതിഞ്ഞൊരു കാര്യമായിരുന്നു. It was as if the yellow umbrella would unite him with his family someday. അവൻ്റെ ഒരു വിശ്വാസം എന്തായിരുന്നു വെച്ചാൽ ഈ ഒരു യെല്ലോ അംബർല അവനൊരു ദിവസം അവൻ്റെ ഫാമിലിയുമായി ഒരുമിപ്പിക്കാൻ സഹായിക്കും. അങ്ങനെയാണ്. അതായത് ഫാമിലിനെ കുറിച്ച് അല്ലെങ്കിൽ അവൻ്റെ ഫാമിലിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവൻ്റെ മൈൻഡിൽ എന്താണ്? ഈ ഒരു യെല്ലോ അംബർല ആയിരിക്കും ഓർമ്മ വരിക. ഹിലാരിയോ വാസ് ഇംപ്രസ്ഡ് ബൈ ദിസ് ബോയ് സ്റ്റോറി. അതായത് ഈ ബോയുടെ സ്റ്റോറി കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഹിലാരിയോ ഭയങ്കര ഇംപ്രസ്ഡ് ആയി. ഷീ തോട്ട് ഓഫ് ടേണിങ് ദ ബോയ്സ് പെയിൻഫുൾ മെമ്മറി ഇൻ ടു എ വർക്ക് ഓഫ് ആർട്ട്. അതായത് ഈ ഒരു കുട്ടിയുടെ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറി എന്താണ്? നല്ലൊരു കലയാക്കി മാറ്റാൻ അവർ തീരുമാനിക്കുകയാണ്. എ റെക്കോർഡ് ഓഫ് എമ്പതി ആൻഡ് ഹോപ്പ്. അതായത് അവൻ്റെ പ്രതീക്ഷയുടെയും അതുപോലെ തന്നെ ആ സഹാനുഭൂതിയുടെ ഒക്കെ ആ റെക്കോർഡാക്കിക്കൊണ്ട് അവൻ്റെ ആ ഒരു കഥ ഉൾക്കൊള്ളിച്ചാണ് അവർ ആ ഒരു ആർട്ടാക്കാൻ തീരുമാനിക്കുന്നത്. ഇറ്റ് ടുക്ക് 10 years ഫോർ ഹിലാരിയോ ആൻഡ് അവർ അസോസിയേറ്റ് മാരിയോ പീസ് ടു പ്രൊഡ്യൂസ് ദ ആനിമേറ്റഡ് ഫിലിം അംബർല. അതായത് ഈ ഒരു കഥയെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് 2019 ഇവരൊരു അംബർല എന്ന പേരിലുള്ള ഒരു ആനിമേഷൻ ഫിലിം
ഉണ്ടാക്കുകയാണ്. വിച്ച് വാസ് ദി ഫസ്റ്റ് ഫിലിം ദ മെയ്ഡ് ആസ് എ ഡ്യുവോ. അതായത് ഈ മരിയോ പീസ് എന്ന ആളും അതുപോലെ തന്നെ ഹിലാരിയോ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു ഫിലിം ഉണ്ടാക്കിയത്. ഡ്യുവോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് പേരും ഒരുമിച്ച് ഉണ്ടാക്കിയ ആദ്യത്തെ സിനിമയാണ്. ഇറ്റ് വാസ് റിലീസ്ഡ് ഇൻ 2019. അപ്പോൾ 2019 ഈ അംബർല എന്ന ഒരു ആനിമേറ്റഡ് ഫിലിം റിലീസ് ചെയ്തത്. ഇറ്റ് റിസീവ്ഡ് ആൻ ഓസ്കാർ നോമിനേഷൻ ആൻഡ് വെൻറ്റ് ഓൺ ടു വിൻ റെക്കഗ്നേഷൻ അറ്റ് സെവറൽ ഫിലിം ഫെസ്റ്റിവൽസ്. അപ്പോൾ ഒരു ഓസ്കാർ നോമിനേഷനും അതുപോലെ തന്നെ ഒരുപാട് ഫിലിം ഫെസ്റ്റിവൽസിലൊക്കെ പലതരം അവാർഡുകളൊക്കെ ഈ ഒരു സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അംബർല ഈസ് എ ഫിലിം ദാറ്റ് ക്യാൻ ബോത്ത് എൻ്റർടൈൻ ആൻഡ് എൻലൈറ്റൺ ഗ്രോൺ അപ്സ് ആൻഡ് ചിൽഡ്രൻ അലൈക്ക്. അതായത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ എൻ്റർടൈൻ ചെയ്യാനും അതുപോലെ എൻലൈറ്റൺ, അതായത് അവരുടെ മനസ്സിനെ തുറന്ന് ചിന്തിപ്പിക്കാനും ഈ ഒരു ഫിലിമിന് കഴിവുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ലവ് ആൻഡ് ഹോപ്പ്. അതായത് സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ പ്രതീക്ഷയുടെയും ഒരു സ്റ്റോറി ആയിരുന്നു. ഇറ്റ് വിൽ കീപ് അവർ ഫെയ്ത്ത് ഇൻ ദി വാല്യൂ ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് ഈ ഒരു ഫിലിം നമ്മുടെ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫിലിമായിരുന്നു അത്.